ഫീസ് കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി ജോയിൻ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു സീരിയസ് ഇഷ്യൂ ഇതാണ്. നമ്മുടെ നാട്ടിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലും B1 അല്ലെങ്കിൽ B2 ജസ്റ്റ് പാസ്സായ ആളെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചിലപ്പോൾ പഠിച്ചിറങ്ങിയ ആളായിരിക്കാം. ഭാഷ പഠിക്കുന്ന ഏതൊരാളും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളെ കുറിച്ചിട്ടാണ്. ആള് പ്രോപ്പർലി എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ജർമ്മൻ, ഫ്രഞ്ച് പോലത്തെ ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ നമ്മൾ നേരിടുന്ന പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് എവിടുന്ന് നമ്മളിത് പഠിക്കണം അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്നാണ് ഈ ഭാഷ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞ ഭാഷ അറിയുന്നവരുടെ അടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മറ്റൊരു ഫാക്ടർ ആയിട്ട് വരുന്നത് സിലബസും അതുപോലെ ക്ലാസ് പാറ്റേണുമാണ്. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ 3 ഇയേഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്ത് ഏത് രീതിയിലാണോ പ്രാക്ടീസ് ചെയ്തത് ആ ഒരു മെത്തേഡും ഇപ്പോൾ നമ്മൾക്ക് നല്ലതായിട്ട് തോന്നുന്ന മെത്തേഡുകളും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലാസ് പാറ്റേൺ എന്താണ്, അതുപോലെ സിലബസ് ഏത് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്താം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും റിസൾട്ട് ഉള്ളിടത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസൾട്ട് ഉള്ളിടത്തല്ല പഠിക്കേണ്ടത്. സർട്ടിഫൈഡ് സെന്റേഴ്സിൽ നിന്ന് എക്സാം പാസ്സായ സ്റ്റുഡൻസ് ഉള്ള സെന്ററിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഗോയത്തെ, ടെൽക്ക് പോലുള്ള അംഗീകൃത സെന്റേഴ്സിൽ നിന്നാണോ ഈ സ്റ്റുഡൻസ് എക്സാം കംപ്ലീറ്റ് ആയതെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. 3 ടിപ്സുകളും നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.